കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഏറ്റവും ഉത്തമമായൊരു സമൂഹമാണ്. അള്ളാഹു നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങൾ ഉഖ്രിജത് ലിന്നാസ്, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മളെയാണ് റോൾ മോഡലുകളായി അള്ളാഹു വരച്ചു വെച്ചത്. റോൾ മോഡലുകൾ മുസ്ലിമീങ്ങളാണത്ര. അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഉഖ്രിജത് ലിന്നാസ്, മറ്റു മനുഷ്യർക്ക് നിങ്ങളെ കാണുമ്പോ അള്ളാഹുവിനെ ഓർമ്മ വരണം. അങ്ങനെ ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരായ നമ്മൾ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷയുടെ അടിയുടെ ആഘാതം കൂടുന്നത്. അമേരിക്കയിൽ കൊടുങ്കാറ്റ് വീശാറുണ്ട് അല്ലേ? കാനഡയിൽ ഉണ്ടാകാറുണ്ട്, ഓസ്ട്രേലിയയിൽ ഉണ്ടാകാറുണ്ട്, ന്യൂസിലൻഡിൽ ഉണ്ടാകാറുണ്ട്. ഒരു കാറ് മറിഞ്ഞു വീണു, 2 ആൾ ഹോസ്പിറ്റലിലാണ്. ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് സംശയം, ഇത്രയ്ക്കേ വരൂ. എന്നാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റടിച്ചാൽ, ഒരു ഭൂകമ്പമുണ്ടായാൽ അതിൽ മരിക്കുന്നത് ലക്ഷങ്ങളാണ്. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്. സ്വന്തക്കാർ തെറ്റ് ചെയ്യുമ്പോ, സ്വന്തക്കാർ വേദനിപ്പിക്കുമ്പോ അതിന് വല്ലാത്ത വേദനയുണ്ട്. അതുകൊണ്ട് നമുക്ക് ശിക്ഷ കൂടുതലാണ്. അതിന്റെ മറ്റൊരർത്ഥം ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. എന്റെ സമൂഹം കരുണ നൽകപ്പെട്ട സമൂഹമാണ് എന്ന് തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമ ഉജ്ജില അദാബുഹാ ഫിദ്ദുനിയ. ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു അവർക്ക് ശിക്ഷ കൊടുക്കും, നാളെ പരലോകത്ത് ശിക്ഷയില്ല. അങ്ങനെയാണ് നമ്മൾ. ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. 2 തവണ അല്ലാഹു നമ്മളെ ശിക്ഷിക്കുകയില്ലത്രേ. ദുനിയാവിൽ ഒരടി കിട്ടിയാൽ നാളെ പരലോകത്തുണ്ടാവില്ല. ഇവിടെ ഒരു ഭൂകമ്പത്തിലോ ഒരു കലാപത്തിലോ മറ്റെവിടെയെങ്കിലും ഒരു ആക്രമണത്തിലോ ഒരു മുസ്ലിം അകപ്പെട്ടാൽ നാളെ പരലോകത്ത് അവന് ശിക്ഷയില്ല. ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമ. അതിലെ ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. അതുകൊണ്ട് നമുക്കിവിടെ വലിയ ഉത്തരവാദിത്വം ചെയ്യാനുണ്ട്. സർവരും തോന്നിവാസം പ്രോത്സാഹിപ്പിക്കുന്ന കാലമാണ്. ഒരുതരം ഫ്രീ തിങ്കിങ്, ഒരുതരം ഫ്രീഡം. കോളേജ് കുമാരന്മാർ ചിന്തിക്കുന്നത് ഫ്രീഡത്തെ കുറിച്ചാണ്. വാട്ട് ഈസ് ഫ്രീഡം? വാട്ട് ഡു യു മീൻ ബൈ ഫ്രീഡം? എന്താണ് ഫ്രീഡം? ടു ബി ലെറ്റ് ടു ഡു വാട്ടെവർ യു വാണ്ട് ടു ഡു. സാധ്യമല്ലല്ലോ. മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ തോന്നിയതുപോലെ വാഹനം ഓടിക്കാൻ പറ്റുമോ? നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ കയറാൻ നിയമമില്ലേ? സ്കൂളുകളിൽ നിയമമില്ലേ? റോഡുകളിൽ നിയമമില്ലേ? പൊതുസ്ഥലങ്ങളിൽ നിയമമില്ലേ? വീടിനകത്ത് നിയമമില്ലേ? എല്ലായിടത്തുമുണ്ട്. എന്താണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഈ ഫ്രീഡം? മനുഷ്യന്റെ ശരീരം എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യണം എന്ന തോന്നൽ. ശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടത്താൻ വിടാൻ വന്നവനല്ല നീ. നിന്റെ ആഗ്രഹം നീ കൺട്രോൾ ചെയ്യേണ്ടവനാണ്. വ്യഭിചാരത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക്, അനാവശ്യമായ വർത്തമാനങ്ങളിലേക്ക്, അതിരുവിട്ട ചിന്തകളിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ വഴിമാറുമ്പോ അതിനെ തടഞ്ഞു നിർത്തേണ്ട ആളുകൾ, അവരാണ് വിജയിച്ചവർ. ഇസ്ലാമിന്റെ പ്രഖ്യാപനം അതാണ്. തോന്നിയതുപോലെ ജീവിക്കാൻ വന്നവരല്ല നമ്മൾ. നമ്മൾ ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിൽ പറഞ്ഞത്, ഓതാൻ പാടില്ലാത്ത സൂറ, അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം സഹായിക്കേണ്ടവരാണ്, ഉത്തരവാദിത്വമുള്ള ആളുകളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്, നന്മ കൽപ്പിക്കേണ്ടവരാണ്. വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കേണ്ടവരുമാണ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം സഹായികളാകുന്നത് അങ്ങനെയാണ്. നന്മ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകൾ നടക്കുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുകയും ചെയ്യുമ്പോ വയുഖീമൂന സ്വലാഹ്,
5 നേരത്തെ നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോരുന്നവരാണ്. അതിൽ സമ്പന്നന്മാർ സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്കുന്നവരുമാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരാണവർ. അവരുടെ അനുസരണ അല്ലാഹുവിനും റസൂലിനുമാണ്. അത് കഴിഞ്ഞിട്ടാണ് അധികാരികളോട് സർവശക്തനായ അല്ലാഹു ഏതെല്ലാം നന്മകൾ ഇവിടെ ചെയ്യാൻ പറഞ്ഞോ ആ നന്മകൾ ചെയ്യേണ്ടവർ. ഹബീബിന്റെ ദൂതരായ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം നന്മകൾ പഠിപ്പിച്ചുവോ ആ നന്മകൾ അനുവർത്തിക്കുന്ന ആളുകളുമാണിവർ. എന്ത് സംഭവിക്കുന്ന ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? പരസ്പര സഹായിക്കുന്നവർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ, നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ. ഇങ്ങനത്തെവർക്ക് പിന്നെ പേടിക്കേണ്ടതില്ല. അധികാരി വർഗങ്ങളെ പേടിക്കേണ്ടതില്ല, അധികാരികളെ പേടിക്കേണ്ടതില്ല, ഭരണകൂടങ്ങളെ പേടിക്കേണ്ടതില്ല, പ്രസിഡന്റുമാരെ പേടിക്കേണ്ടതില്ല, പ്രധാനമന്ത്രിമാരെ പേടിക്കേണ്ടതുണ്ടോ? ഇവരെന്തിന് പേടിക്കണം? ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരോട് കാരുണ്യവാനായ അല്ലാഹു കരുണ ചെയ്യുന്നതാണ്. ഈ ചെയ്യുന്നവരോട് കാരുണ്യവാൻ സൃഷ്ടാവ് ഇവരോട് കരുണ ചെയ്യും. നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണെങ്കിൽ അവിടെ കാരുണ്യവാന്റെ കരുണ അവിടെ വരുന്നു നിങ്ങൾക്ക്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരമുള്ളവനാണ്. അവന്റെ നിയമങ്ങളിൽ അവൻ യുക്തിയുള്ളവനാണ്. അല്ലാഹു ഹകീമാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈ ലോകത്ത് കാരുണ്യമായി പരലോകത്തെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല കരാർ ചെയ്തിരിക്കുകയാണ്. ജന്നാത്ത്, സ്വർഗ്ഗലോകം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു നമുക്ക്. അല്ലാഹു നമുക്കത് തരട്ടെ. ഈ ദുനിയാവ് എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോകും. നാളെ പരലോകവും നമുക്ക് നഷ്ടമാണെങ്കിൽ എന്താണ് കാര്യം? ഇവിടത്തോടുകൂടെ തീരുന്ന ലോകമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്ര ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സെട്ടാവത്തിക്കൂല. ഈ ബുദ്ധിയൊക്കെ ഉണ്ടായി മരിച്ചിട്ട് കാര്യം തീർന്നുപോയി, പിന്നെ അവനെ ദഹിപ്പിച്ചു കളഞ്ഞു, മറവ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ചു, എല്ലാം ക്ലോസായി. എന്തിനീ ജീവിതം? എന്തിനായിരുന്നു ഈ വന്നത്? എന്തിനീ മഹാത്ഭുതമുള്ള ഈ ലോകം? എന്തിനല്ലാഹു തന്നു? കഴിഞ്ഞിട്ടില്ല. പരലോകം നമ്മെ കാത്തിരിക്കുകയാണ്. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار, താഴ്ഭാഗങ്ങളിലൂടെ മനോഹരമായ സ്വർഗീയ നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു കരാർ ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ഖാലിദീന ഫീഹാ, ശാശ്വതമാണ്. അവിടുന്ന് പിന്നെ മരണമില്ല, അവിടെ മരിക്കൂല. പിന്നെ എന്നേക്കുമായുള്ള ഇറ്റേണൽ ലിവിംഗ്, എല്ലാ കാലത്തും ഒരിക്കലും മരിക്കാത്ത ഒരു ലോകം. നമ്മൾ വെറുതെ വിചാരിക്കും ബോറടിക്കൂലേ മരിക്കാണ്ടിരുന്നാൽ. വെറുതെ തോന്നാണ്. ഈ ലോകത്ത് ബോറടിക്കോ? നമുക്ക് നല്ല ആരോഗ്യവും ആയുസ്സും ആഫിയത്തും കയ്യിൽ പൈസയും സൗകര്യങ്ങളൊക്കെ അല്ലാഹു തന്നു. ആർക്കെങ്കിലും മരിക്കാൻ തോന്നോ? 200 വയസ്സായാലും ശരീരത്തിനൊരു കുഴപ്പമില്ല. 25കാരന്റെ ഒരു ആരോഗ്യമാണ്. 300 വയസ്സായി എന്ന് വിചാരിക്കുക. ആർക്കെങ്കിലും ഇവിടെ നിന്ന് മരിച്ചുപോയി ഖബറിൽ കിടക്കാൻ തോന്നാറുണ്ടോ? ഇല്ല. തോന്നുന്നവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. 300 വയസ്സായിട്ടും മരിക്കാൻ ആഗ്രഹമല്ല. എന്തുകൊണ്ട്? 25കാരന്റെ 20കാരന്റെ 18കാരന്റെ ആരോഗ്യമാണ്. ഒരു അസുഖമില്ല, ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ്. ആർക്കും മരിക്കാൻ ആഗ്രഹം ഉണ്ടാവും? ആർക്കെങ്കിലും ഉണ്ടാവോ? ഉള്ളവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ നേരത്തെ തലമാന്തല്ലേ? കാര്യമായിട്ട് പറയും. ഉണ്ടോ ആരെങ്കിലും? ഇല്ല. എന്തുകൊണ്ടില്ല? എന്തിനു പിന്നെ മരിക്കണം? എല്ലാം ഇവിടെ തന്നെ അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇതിവിടെ നടക്കുന്ന സംഗതിയല്ല. ഇത് പരലോകത്തെ നടക്കും.
അവിടെ 33 വയസ്സ്. സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഈ ആകാശഭൂമിയിൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട വയസ്സ് 33 വയസ്സുള്ളവരായി സ്വർഗലോകത്ത് അവരുടെ വയസ്സ് കൂടുകയോ സൗന്ദര്യം കൂടുകയല്ലാതെ കുറയുകയോ ചെയ്യാത്ത മരണമില്ലാത്ത ഒരു ലോകം അല്ലാഹു നൽകി എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ്, എന്ത് വേണം? ഖാലിദീന ഫീഹാ, അവിടെ വാർദ്ധക്യം വരൂല, ഉറക്ക് പോലും ഇല്ല എന്നാ പറഞ്ഞ, അത്രയും ഉന്മേഷമായിരിക്കും. വെള്ളിയാഴ്ച ഒരു അങ്ങാടിയുണ്ട് അത്രേ, വെള്ളിയാഴ്ച മാർക്കറ്റ്, ഫ്രൈഡേ മാർക്കറ്റ്. കൊയിലാണ്ടിയിലുണ്ടോ ഫ്രൈഡേ മാർക്കറ്റ്? ഉണ്ടോ? ഞായറാഴ്ച ചന്ത ഉണ്ടാവും അല്ലേ? ശനിയാഴ്ച ഒന്നുമില്ല. എവറിഡേ ചന്തയാണല്ലേ, അതുകൊണ്ടായിരിക്കും. സ്വർഗത്തിൽ അങ്ങനെ വെള്ളിയാഴ്ച ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാർക്കറ്റിലേക്ക് പുരുഷന്മാരൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോകുമത്രേ. അവിടെ എടുക്കാത്ത നോട്ടൊന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, നേരെ പോവാൻ വേണ്ടത് എടുത്തു കൊണ്ടുപോരാ. കൗണ്ടറുകളിൽ അത് സ്കാൻ ചെയ്യുന്ന പോലുമില്ല. സുബ്ഹാനല്ലാഹ്, വേണ്ടതെടുക്കാം. ആ അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിച്ച് മുഅ്മിനീകളായ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഭാര്യമാർ ചോദിക്കും, ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നാ, ഇപ്പൊ അങ്ങാടി പോയി വരുമ്പോഴേക്കും നിങ്ങൾക്ക് സൗന്ദര്യം കൂടിയല്ലോ എന്ന് പുരുഷനോട് ഭർത്താവ് പറയും, എടി നിന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി നിന്നും കൂടിയല്ലോ എന്ന് തന്റെ ഭാര്യയോട് പറയും. സുബ്ഹാന, ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും ഓരോ ആഴ്ചയിലും സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് സ്വർഗലോകത്തിന്റെ ജീവിതമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹു നൽകുന്ന വെളിച്ചത്തിൽ തിരുനബി പറഞ്ഞു തന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദീന ഫീഹാ وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة. വളരെ മനോഹരമായ വീടുകൾ, മനോഹരമായ താമസ സ്ഥലങ്ങൾ. ഫീ ജന്നാതി അദ്ൻ, ജന്നത്തു അദ്നിലേക്ക് അല്ലാഹു സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും കൊണ്ടുപോകുന്ന ഒരു നാൾ. ഇതിന്റെയൊക്കെ അപ്പുറം ഒരു വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. വലിദുവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹു നിങ്ങളോട് പൊരുത്തപ്പെടുന്നു എന്നത് ഈ നൽകുന്ന സൗഭാഗ്യങ്ങളെക്കാളേറെയും എത്രയോ മഹോന്നതമായത്. അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെടും എന്നതാണ്. അല്ലാഹുവിനോട് നിങ്ങൾക്കിഷ്ടം അക്ബർ, ഇതാണ് അവിടെ ഏറ്റവും വലുത്. അല്ലാഹു നമ്മളോട് പൊരുത്തപ്പെട്ടു. എന്റെ റബ്ബിനോട് എന്നോട് ഇഷ്ടമല്ലാതെ ഒരു വെറുപ്പും എനിക്കില്ല എന്നറിയുന്നൊരു സമയം. ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ. അതല്ലയോ ഏറ്റവും മഹോന്നതമായ വിജയം. അള്ളാഹുവിന്റെ പ്രതിഫലം, അവന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്ന ആ ഒരു മഹോന്നതമായ അനുഗ്രഹത്തെക്കാൾ മറ്റ് എന്തുണ്ട് വേറെ? ഇതൊക്കെ അള്ളാഹു നൽകാൻ കാരണം പറഞ്ഞെന്താണെന്നറിയോ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.